ഞാൻ മന്ത്രിയായ ഉടൻ തന്നെ മന്ത്രിയായിട്ടുള്ളൂ, ആദ്യമായിട്ട് മന്ത്രിയാവുന്നയാ. അപ്പൊ ചില പത്രക്കാര് പറഞ്ഞു ടീച്ചർ ഒന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി വന്നു നോക്കണം. ഞാനപ്പാട് ബുക്കും പുസ്തകവും ഒക്കെ എടുത്ത് അവിടെ ചെന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്റെ പൊന്നെ, ആശുപത്രിയുടെ മുറ്റത്ത് കയറുമ്പം തന്നെ എന്തോ ഒരു വൃത്തികേട്. 5 വർഷമായിട്ട് ഈ UDF കാലത്ത് ആശുപത്രി ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അതിന്റെ പരിസരം മുഴുവൻ ഒരു ഷെഡ് പോലത്തെ ഒരു സാധനം അവിടെയുണ്ട്. അതിനകത്ത് കടലാസും തുണിയും കുപ്പി കഷ്ണങ്ങളും എല്ലാം നിറഞ്ഞ് അതിനകത്ത് നിന്ന് പുഴുവും കൊതുകും എല്ലാം ആർക്കുകയാണ്. ഒരു കെട്ടിടത്തിന്റെ ചെറിയ ഉയരമില്ലാത്ത കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് പുക പോകുന്നത് പോലെ കാണുന്നു. എന്താന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഡെങ്കി കൊതു പറക്കുകയാണ്. അപ്പൊ ചിലർ പറഞ്ഞു, മാഡം ഒന്ന് ബാത്റൂം ഒന്ന് ചെന്ന് നോക്കൂ. അതിൽ ചെന്ന് നോക്കുമ്പോ അതിനേക്കാൾ സങ്കടം. സാധാരണക്കാർ വരുന്ന ഇടാണേ, യൂറോപ്യൻ ക്ലോസറ്റ് ചെരിഞ്ഞു വീണിരിക്കുന്നു. അതില് പണ്ടെന്നോ മലവിസർജനം ചെയ്തതിന്റെ പാടൊക്കെ ഉണ്ട്. ഇപ്പൊ അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പുറത്ത് ഇന്ത്യൻ സ്റ്റൈലുണ്ട്, അതിന്റെ ക്ലോസറ്റ് അടഞ്ഞ് അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് മുഴുവൻ കൊതു നുരക്കുന്നു. എന്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു, ഇതെന്തായി കാണുന്നത്, നിങ്ങൾക്ക് എന്താ പണി ഇവിടെ? കുറച്ച് കടുപ്പത്തിലായിപ്പോയി പറഞ്ഞത്. അതാരോ ഒരു വീഡിയോ എടുത്ത് നാടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അത് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമായി. പക്ഷേ സഹിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടത് ഇത് നന്നാക്കാൻ? പൈസ ഉണ്ടോ നിങ്ങളുടെ അടുത്തും ചോദിച്ചു. എന്നോട് നുണ പറയാൻ കഴിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഒരിടത്ത് എത്ര പൈസയുണ്ട് നിനക്ക് അറിയായിരുന്നില്ല. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കയ്യിൽ കാശുണ്ട്. ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. HDS എത്ര കാശുണ്ടെന്ന് ചോദിച്ചു. ശബ്ദം ഉയർത്തി ചോദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു 1.25 കോടിക്ക് അടുത്തുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടാ, 1.25 കോടി ഉറുപ്പിക അവിടെ വെച്ചിട്ട് ഇതാരാ വൃത്തിയാക്കേണ്ടത്? ഇത് ഗവൺമെന്റിന്റെതല്ലേ. ഗവൺമെന്റിന്റെ കാര്യം മുറ പോലെ എന്ന് കരുതിയിരിക്കുക. ഞാൻ പറഞ്ഞു, എത്ര ദിവസം വേണം വൃത്തിയാക്കാൻ? ഒരാഴ്ച. ഞാൻ പറഞ്ഞു, ഒരാഴ്ച വേണ്ട, 2 ആഴ്ച എടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് വഴി വരും. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ടെന്ന് കാണണം. പിന്നെ എല്ലാ ദിവസവും ഡോക്ടർമാരും നഴ്സുമാരും ക്ലീനിങ് സ്റ്റാഫും എല്ലാം ഇടപെട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. നമ്മൾ ഇറങ്ങി വരുന്നത് വരെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇനി എങ്ങാൻ UDF വന്നാൽ ആ യുഗത്തിലേക്ക് നയിക്കാനാണ് രമേശ് ചെന്നിത്തല ജാഥയും കൊണ്ടുപോകുന്നത് കേട്ടോ. വൃത്തികേടാക്കാൻ എല്ലാം. കേരളത്തെ വീണ്ടും വൃത്തികേടാക്കണോ രമേശ് ചെന്നിത്തലക്ക്? താഴെയുള്ള ഓരോ മനുഷ്യന്റെയും ജീവിതം കണ്ട് അവർക്ക് ഭൂമി കൊടുത്ത്, മിച്ച ഭൂമി കണ്ടെത്തി, ഭൂപരിഷ്കരണത്തിന് ശേഷം സർപ്ലസ് ലാൻഡ് അത് കണ്ടെത്തി അവർക്ക് വീതിച്ചു കൊടുത്ത്, അവർക്കത് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസുകൾ തുറന്ന്, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസുകൾ തുറന്ന് നമ്മുടെ കേരളത്തിലുടനീളം നടത്തിയ വിപ്ലവത്രിയ കൂട്ടരെ. തുടർഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വമ്പിച്ച ജനക്കൂട്ടമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. UDFന്റെയും BJPയുടെയും എല്ലാ നുണക്കഥകളെയും പൊളിച്ചുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയാണ്. കുറെ പൊങ്ങച്ചങ്ങൾ പറയുകയല്ല, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞാനിവിടെ നേരത്തെ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം കോതമംഗലത്തിന് തൊട്ടടുത്ത് കോട്ടപ്പടിയിൽ. അതിനു മുമ്പുള്ള ആശുപത്രി അല്ല അത്. ഇനിയും അത് കുറെ വികസിക്കാനുണ്ട്. ഇടതുപക്ഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഇനിയും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകും. ഞാൻ തമാശക്ക് ആന്റണിയോട് ചോദിച്ചു, എന്താ ഇനിയിപ്പം വേണ്ടത് ഇവിടെ? അപ്പൊ ആന്റണി പറഞ്ഞു, ഞങ്ങൾക്ക് റെയിൽപാത ഇല്ലാത്തൊരു കുറവുണ്ടെന്നാ. കേട്ടില്ലേ? അതിനും പരിഹാരമാവും ശബരി റെയിൽപാത. കേരള ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. എന്ത് പ്രയാസം സഹിച്ചാലും അത് കൊണ്ടുവരും. റെയിൽപാളങ്ങൾക്ക് പെർമിഷൻ തരേണ്ടതും അതിന് മുഴുവൻ തുകയും വകയിരുത്തേണ്ടതും കേന്ദ്ര ഗവൺമെന്റാണ്. എന്നാ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഒരു പുതിയ സൂത്രം കണ്ടെത്തിയിരിക്കുക. സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ റെയിൽ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ റെയിൽ നിർമ്മാണത്തിന്റെ മുഴുവൻ തുകയും, ഭൂമി ഏറ്റെടുക്കുന്നതും റെയിൽ പാളം നിർമ്മിക്കുന്നതും എല്ലാം കേന്ദ്ര ഗവൺമെന്റാ ചെയ്യേണ്ടത്. സംസ്ഥാനത്തിന് കിട്ടുന്ന തുച്ഛമായ പദ്ധതി വിഹിതത്തിൽ നിന്ന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു റെയിൽ പാളത്തിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കേരളത്തിലെ LDF ഗവൺമെന്റ് കേരളത്തിൽ മൂലധന നിക്ഷേപം നടത്തുന്നതിന്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്രത്യേക മാർഗം കണ്ടെത്തി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യമാണ് കിഫ്ബി വഴി ചെയ്തത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഈ സാധനം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴല്ല ഇത് രൂപീകരിച്ചത്. പക്ഷെ അതിനെ ആരും ശ്രദ്ധിച്ചില്ല. LDF വന്നപ്പോ ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറെ ഗുണഫലങ്ങൾ കാണിച്ചു കൊടുക്കാൻ പാകത്തിന് ദീർഘകാല വായ്പ എടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, നമ്മുടെ ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു കടമെടുപ്പാണത്. അത് ദീർഘമേറിയ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടച്ചാൽ മതി.
തിരിച്ചടവിനുള്ള സാധ്യത കൂടി കണ്ടിട്ട് ആ ലോൺ എടുക്കാൻ പറ്റൂ. ആ തിരിച്ചടവിന്റെ സാധ്യത മനസ്സിലായാലേ വലിയ ലോൺ തരുന്ന ഏജൻസികൾ ലോൺ തരികയുള്ളൂ. നമ്മൾ അതെല്ലാം വളരെ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള KM അബ്രഹാമിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യര് ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർക്ക് നൂതന സാങ്കേതിക വിദ്യകളുടെ സൗകര്യം അനുഭവിക്കാൻ സാധിക്കണം. 10, 30, 50 വർഷം കഴിഞ്ഞിട്ട് ഒരു വികസനം വരുമെന്ന് പറഞ്ഞു കൊതിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അത് അനുഭവത്തിൽ വരണം. ചെറിയ ചെറിയ കാശുകളൊക്കെ മുടക്കി ഒരു ഭാഗത്ത് വികസനം തുടങ്ങി അത് പൂർത്തിയാക്കുമ്പോഴേക്കും 10-15 കൊല്ലാവും. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയതെല്ലാം ഇല്ലാണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഒന്നിച്ച് പണം വകയിരുത്തി വളരെ പെട്ടെന്ന് സമഗ്രതയോടെ ഒരു വികസനം നടത്തിയാൽ അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും, നമുക്കെല്ലാം കാണാനും അനുഭവിക്കാനും കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫണ്ട് ബോർഡ് മുഖേന നമ്മൾ ദീർഘകാല വായ്പ എടുത്തത്. ആദ്യം 50,000 കോടിയുടെ പ്രവൃത്തികൾക്ക് ഭരണാനുമതി കൊടുക്കാനാണ് തീരുമാനിച്ചത്, കിഫ്ബി. പക്ഷേ പ്രവൃത്തി അങ്ങ് തുടങ്ങുമ്പോഴേക്കും എല്ലാ ഭാഗത്തു നിന്നും ആവശ്യകതകളായി. നമ്മുടെ സമൂഹം ഒരു ആധുനിക സമൂഹമായതുകൊണ്ട് പഴയതുപോലെ എന്തെങ്കിലും ഒരു റോഡ് റീടാർ ചെയ്താൽ മതിയാവുന്നതല്ല ഇന്നത്തെ ജനങ്ങളുടെ ആഗ്രഹം. മുമ്പൊക്കെ 2-3 കൊല്ലം കൂടുമ്പോ കുറച്ച് ടാർ പൂശി റോഡ് വൃത്തിയാക്കി വെക്കും. അടുത്ത മഴയത്ത് അതെല്ലാം കുഴിഞ്ഞ് വലിയ കൊളാവും. ആ കുഴിക്കകത്ത് വാഴ വെക്കും. ഇപ്പൊ വാഴ വെക്കുന്ന സ്ഥാനത്തെ കാണുന്നേയില്ല. നമുക്ക് ഓർമ്മയില്ലേ, റോഡ് കുഴിഞ്ഞിട്ട് മഴക്കാലത്ത് ഞങ്ങളുടെ എല്ലാം നാട്ടില് നെൽച്ചെടിയും കൊണ്ടുപോയി കുഴിച്ചിടും, വാഴയും വെക്കും ജനം. ഇപ്പൊ വാഴ വെക്കാൻ പാകത്തിന് എവിടെയില്ല. ഹൈവേ ഒക്കെ നിർമ്മാണം നടക്കുന്നിടത്ത് കുറച്ച് അവർ പൊളിച്ചിട്ടിട്ടുണ്ട്, അത് നിർമ്മിച്ച് പൂർത്തിയാകുമ്പോൾ അത് മാറും. അല്ലാത്ത പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMN-BC ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താ? ഈ കേരളത്തെ പെരുമഴയെ താങ്ങാൻ ആ റോഡിന് സാധിക്കും. സാധാരണ ടാറിങ് ആണെങ്കിൽ ആ പെരുമഴയത്ത് പൊളിഞ്ഞു പോകും ഓരോ വർഷവും. അപ്പൊ എല്ലാ വർഷവും റീടാർ ചെയ്യണം. റീടാർ ചെയ്യാൻ വലിയ പൈസയാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ BMN-BC ചെയ്താൽ ഒരു 10 വർഷത്തേക്ക് പിന്നെ ഈ ഏർപ്പാട് നിർത്താം. അപ്പോ ആ റീടാർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പണം നമുക്ക് മിച്ചമാണ്. ആ പണം ഈ ദീർഘകാല തിരിച്ചടവിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കുകയും ചെയ്യാം. ഈ ബുദ്ധിയാണ് പ്രയോഗിച്ചത്. UDF-കാരെ പോലെ ഈ പ്രവൃത്തികളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് പാലം നിർമ്മിച്ചാൽ പൊളിഞ്ഞു പോവുക, റോഡ് നിർമ്മിച്ചാൽ ഇല്ലാണ്ടാവുക, വലിയ തോതിലുള്ള അഴിമതിയല്ലേ അവരുടെ കാലത്ത് നടന്നത്. എന്നാൽ കോടികളുടെ ഈ മൂലധന നിക്ഷേപം നടത്തി ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകളും 100 കണക്കിന് പാലങ്ങളും എല്ലാം കിഫ്ബിയിലൂടെ ചെയ്തു. അതിലൂടെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും MLA-മാരോ ആ പണം തട്ടിക്കൊണ്ടുപോയോ? ഇന്ന് സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് നിർമ്മാണ ചെലവും വലുതാണ്. അതുകൊണ്ട് നേരത്തെ പോലല്ല, വൻ തുക മെക്കാഡം ടാർ ചെയ്യണമെങ്കിൽ 1 കിലോമീറ്റർ ചെയ്യാൻ 2-2.5 ലക്ഷം രൂപ വേണം. അപ്പോ 2-2.5 കോടി രൂപ വേണം. അപ്പൊ ഒരു 10 കിലോമീറ്റർ ചെയ്യണമെങ്കിൽ 10-25 കോടിയിലേറെ രൂപ അതിന് മുടക്കണം. പക്ഷെ കുഴപ്പമില്ല, അത് ഏറ്റവും ആധുനികമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് കേരളം കണ്ടെത്തിയിട്ടുള്ള ഏർപ്പാട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ പറഞ്ഞു, ഇതെല്ലാം കൂടി ജനങ്ങളുടെ തലയിൽ വന്ന് വീഴും. ഇങ്ങനെ കടമെടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ കടക്കാരാക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളതിന്റെ കണക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജനങ്ങളുടെ തലയിലൊന്നും വരാൻ പോകുന്നില്ല. ഈ കിഫ്ബി ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ തിരിച്ചടവ് എങ്ങനെയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെലവ് മാത്രമല്ല, അതിനുള്ള മിച്ചം മാത്രമല്ല, ചില വെഹിക്കിൾ ടാക്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളിപ്പോ തിരിച്ചടവ് തുടങ്ങി. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല. പക്ഷെ അതെല്ലാം കൃത്യമായിരിക്കണം. UDF-കാരങ്ങാൻ വന്ന് തിരിച്ചടക്കേണ്ട കാശ് അടിച്ചു മാറ്റി കൊണ്ടുപോയാലെല്ലാം പൊളിഞ്ഞു പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തുടർന്നാലേ നമുക്കിനിയും ഈ വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. അവരുടെ ലാക്ക് അവിടെയാണ്. നമ്മളിപ്പോ ആയിരക്കണക്കിന് 90,000 കോടി രൂപയുടെ പ്രവൃത്തി കേസ് കൊടുത്തിട്ടുണ്ട്. ചില്ലറയൊന്നും അല്ല ബേജാറ്. എങ്ങനെയെങ്കിലും ഒരിക്കൽ ഭരണ കസേര കയറി കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് വല്ലതും അടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് UDF-കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുവദിക്കരുത്. അവര് മുമ്പെല്ലാം ഉള്ള സമയത്തുള്ള അവസ്ഥ നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോ നമ്മുടെ ജാഥ മാനേജർ PK ബിജു എത്തിച്ചേർന്നിട്ടുണ്ട്. ബിജുവിനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ അങ്ങനെയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആഗ്രഹിച്ചത്.
എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വീണ്ടും വരണമെന്ന് പറയുന്നത്? വളരെ ശ്രദ്ധയോടുകൂടി ജനജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളവരാണ് ഇടതുപക്ഷം. അതിപ്പോ മാത്രമല്ല, ഞാൻ ചരിത്രമൊന്നും ഒരുപാട് പറയുന്നില്ല, അത്രത്തോളം നമുക്ക് സമയം ഒരു ജാഥയുടെ പൊതുയോഗത്തിൽ കിട്ടില്ല. പക്ഷേ 1957 മുതൽ ഈ കേരളത്തിന്റെ മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്താൻ വളരെ ശാസ്ത്രീയമായ ഇടപെടൽ ഇടതുപക്ഷം നടത്തിയത് കൊണ്ടാണ് നാം വ്യത്യസ്തരായത്. സ്വാതന്ത്ര്യം നമുക്കെല്ലാം ഒന്നിച്ചല്ലേ കിട്ടിയത്. ഉത്തർപ്രദേശിനും മധ്യപ്രദേശിനും ബീഹാറിനും ഇതെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. നമുക്ക് തരുന്നതിന്റെ എത്രയോ ഇരട്ടി പദ്ധതി വിഹിതമല്ലേ നേരത്തെ കോൺഗ്രസ് കേന്ദ്രത്തിലും കോൺഗ്രസ് ഉത്തർപ്രദേശിലും. അവർക്കെല്ലാം അനർഹമായിട്ട് പണം വാരിക്കോരി കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെന്റ്. ഒരു ജനാധിപത്യ ഗവൺമെന്റ് അതല്ല ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തോട് അവഗണന കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, മേലെ കോൺഗ്രസ് താഴെയും കോൺഗ്രസ്, അവിടെ BJP, സംസ്ഥാനത്തും BJP, പുരോഗമനം ഉണ്ടാവുമോ? നിങ്ങൾ പണം വാരിക്കോരി കൊടുത്തിട്ടെന്താ? ഇപ്പൊ BJP സർക്കാരും ചെയ്യുന്നത് അതാണ്. ഉത്തർപ്രദേശിനും ബീഹാറിനുമെല്ലാം വാരിക്കോരി കൊടുക്കുക, കേരളത്തിനും തമിഴ്നാടിനുമെല്ലാം കിട്ടേണ്ട പണം അവിടെ പിടിച്ചു വെക്കുക. എന്നാൽ അങ്ങനെ കൊടുത്തത് കൊണ്ട് അവിടെ എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നുണ്ടോ? എന്താ ബീഹാറിന്റെ അവസ്ഥ? നേരത്തെ ഇവിടെ ബിനോയ് പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിന്റെ അളവ് കണക്കിലാക്കി പല ഏജൻസികളും. അപ്പോ എന്താ അവസ്ഥയുള്ളത്? ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും 30% ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ, ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിക്കാനുള്ള ജനത, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാത്തവർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രി ഇല്ലാത്തവർ, അവരെയൊക്കെയാണ് എക്സ്ട്രീംലി പൂറായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ 100 പേരെ എടുത്താൽ 30 പേരും അതിദരിദ്രരാണ് എന്നതാണ് 2022 വന്ന കണക്ക്. പിന്നെ അതേപോലെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇത് 3ാമത്തെ ടേം അല്ലേ? എന്താ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? സാരേ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. ആ പ്രസംഗത്തിൽ ഒരുപാട് കള്ളക്കണക്കുകൾ നിരത്തുകയാണ്. നരേന്ദ്രമോദി പറയുന്നത് ഇപ്പൊ ലോകത്തിലെ 5ാമത്തെ ശക്തിയാണ് ഇന്ത്യ, അതിനെ 3ാമത്തെ ശക്തിയായി മാറ്റുമോ? കേട്ടാൽ ആകെ കോൾമേർ കൊള്ളണല്ലോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണല്ലോ നാം പറയാറ്. അഭിമാനപൂരിതമാകാൻ പറ്റുമോ? ലോകത്തിലെ 3ാമത്തെ ശക്തിയാവുന്നത് എങ്ങനെയാ? ഗവൺമെന്റ് ട്രഷറിയിലേക്ക് വരേണ്ട സകല പണവും അദാനിയുടെയും അംബാനിയുടെയും എല്ലാം പോക്കറ്റിലേക്ക് ഒഴുക്കി കൊടുത്ത്, നമ്മുടെ റിസർവ് ബാങ്കിന്റെ പരിധിയിലുള്ള ബാങ്കുകളിൽ നിന്ന് കോടികൾ അവർ കടമെടുത്താൽ ആ കടം പൂർണ്ണമായും എഴുതി തള്ളിക്കൊടുത്ത് രാജ്യം അച്ചടിച്ചിറക്കുന്ന പണം മുഴുവൻ അദാനിക്കും അംബാനിക്കും കൈമാറിയിട്ട് അവരെ കോടീശ്വരന്മാരാക്കിയിട്ട് മാറ്റുകയാണ്. അവർ സഹസ്ര കോടീശ്വരന്മാരാകുന്നു, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാകുന്നു. എന്നിട്ട് ലോകത്തിലെ 10 മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളെ എടുത്താൽ അതിൽ 2 ഇന്ത്യയിൽ നിന്നുണ്ടാവാം. അപ്പൊ പറയാണ് ഇതാ നമ്മൾ വലിയ ശക്തിയായി പോയി എന്ന്. ഇവിടെ നിങ്ങൾക്കെല്ലാം വോട്ട് ചെയ്തിട്ടില്ല. ബീഹാറിലെ ഉത്തർപ്രദേശിലെ സാധാരണക്കാർ മനസ്സോടെ വോട്ട് ചെയ്തതല്ല, പലപ്പോഴും ബൂത്ത് പിടിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഗുണ്ടകൾ, നേരത്തെ കോൺഗ്രസിന്റെ ഇപ്പൊ BJPയുടെ ഗുണ്ടകൾ ഗ്രാമങ്ങൾ കൈയടക്കി ബൂത്ത് പിടിച്ച് എല്ലാ വോട്ടും അവരുടേതായി മാറ്റുന്നു. എന്തൊരു ഡെമോക്രസിയാണിത്. ഞാൻ പണ്ട് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ അവിടെ നിന്ന് രാജസ്ഥാൻകാരനായിട്ടുള്ള ഒരാൾ ഒബ്സർവർ ആയിട്ട് വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരുമല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അന്ന് എനിക്കെതിരായിട്ട് പേരാവൂര് മത്സരിച്ചപ്പോ അന്ന് എനിക്കെതിരായിട്ട് വന്നിരുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവാണ്, അവിടുത്തെ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ്. ഞങ്ങൾ രണ്ടുപേരെയും ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും എല്ലാം അവിടെ ഒരു കോളേജിലേക്ക് വിളിപ്പിച്ചിട്ട് പോളിംഗ് കഴിഞ്ഞിട്ടാണ് വിളിപ്പിച്ചു ഒബ്സർവർ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിളിപ്പിച്ചത് കള്ളവോട്ടിൽ പരാതിയുണ്ടോ എന്ന് ചോദിക്കാനാണ്. എവിടെയെങ്കിലും കള്ള വോട്ട് ചെയ്തോ? അത് പരാതി പറഞ്ഞാൽ അത് അന്വേഷിക്കാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് കള്ളവോട്ട് കണ്ടുപിടിക്കുക നിങ്ങൾ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അന്ന് ബാലറ്റ് പേപ്പറാണ്. ആദ്യം ഞാൻ പേരാവൂര് മത്സരിക്കുമ്പോഴാ. അപ്പൊ പറഞ്ഞു ബാലറ്റ് പേപ്പറിൽ ഒപ്പിട്ടത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എനിക്കെതിരായിട്ട് മത്സരിച്ച അബ്ദുള്ള AD മുസ്തഫ, കോൺഗ്രസിന്റെ വലിയ നേതാവാ. AD മുസ്തഫ സാർ പറഞ്ഞു, ഒപ്പിട്ടൊന്നും നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ജനങ്ങൾ എങ്ങനെയാ ഷൂ വരക്കുന്നത് ആർക്കറിയാം, അതൊന്നും നോക്കിയിട്ട് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന വലിയ കള്ളവോട്ടൊന്നും ഇല്ല, AD മുസ്തഫ പറഞ്ഞു. അന്നേരം അദ്ദേഹം പറയാണ്, അത് ശരിയാ, കേരളത്തിൽ ഞാൻ എല്ലാ ബൂത്തുകളിലും ഒരുപാട് ബൂത്തുകളിൽ പോയി, അവിടെ കള്ള ബൂത്തൊന്നും ഇല്ല. ഒരു തവണ ഞാൻ ബീഹാറിൽ ഒബ്സർവർ ആയിട്ട് പോയിരുന്നു. അന്നൊരു ബൂത്തിന്റെ അടുത്തെത്തുമ്പോ ഒച്ചയണക്കമൊന്നും ഇല്ല.
അവിടെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് പെട്ടിയെല്ലാം ശരിയാക്കി ഇരിക്കുകയാണ് എന്ന് കരുതിയിട്ട് ക്യൂ ഒന്നുമില്ല, ആരും കാണാനില്ല. ബൂത്തിന്റെ അകത്തേക്ക് ഞാൻ കയറിയപ്പോ അവിടുത്തെ പോളിംഗ് ഓഫീസർമാരും അവിടെ വന്നിട്ടുള്ള ഈ ഗുണ്ടകളിൽ ചിലരും എല്ലാം അവിടെ നിലത്ത് പടിഞ്ഞിരുന്നിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റും വെച്ച് ഈ പറയുന്ന സ്റ്റാമ്പ് പാഡും എല്ലാം വെച്ചിട്ട് ഈ പെട്ടി ഇതിൽ കുത്തി പെട്ടിയിലിടുക, വോട്ട് ചെയ്യുക. ബൂത്ത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു, ബൂത്ത് പിടിച്ചെടുത്തിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തി ഇരുത്തിയിരിക്കുന്നു. ഗുണ്ടകൾ കയറി ബൂത്ത് പിടിച്ചടക്കിയിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ വോട്ടിന്റെ എണ്ണത്തിനനുസരിച്ച് വോട്ട് കുത്തിയിട്ട് പെട്ടിയിലിടുക. കേട്ടോ, ഇതാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും നടക്കുന്ന ജനാധിപത്യം, സ്വതന്ത്ര ഇന്ത്യയിൽ. അതാണോ കേരളത്തിൽ? കേരളത്തിൽ ലീഗൊക്കെ കള്ളവോട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. കള്ളവോട്ട് ഇപ്പൊ ചേർക്കുന്നുണ്ട്. SIR വന്നപ്പോ ഒരുപാട് അപേക്ഷകൾ, കണ്ണൂർ ജില്ലയിൽ 2.25 ലക്ഷം പുതിയ അപേക്ഷകൾ. ഞെട്ടിപ്പോയി, ഇതെവിടുന്ന് വന്നു ഈ അപേക്ഷ? അപ്പൊ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ 2.25 ലക്ഷം പുതിയ അപേക്ഷകൾ കാണുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. ഇത് എവിടുന്നാണ് വന്നത്? കള്ളവോട്ട് ചേർക്കുന്നതിന് വേണ്ടിയാണ്. ആളില്ലാത്ത വീടുകളുടെ നമ്പറിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് വോട്ടിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ തള്ളണം. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ഇലക്ഷൻ കമ്മീഷൻ ചിലയിടത്ത് കൂട്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കട്ടെ, നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കി അതിന് പരാതി കൊടുക്കാനുള്ള ഒരു അവസരം ഇപ്പൊ കേരളത്തിലുണ്ട്. കോൺഗ്രസിന്റെയോ BJPയുടെ കയ്യിൽ ഈ സംസ്ഥാനം തുടർച്ചയായിട്ട് വന്നാൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും ഭാവിയിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഇതിന്റെ നേരും നെറിയുമെല്ലാമുള്ള ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യം അത് മനസ്സിലാക്കാൻ ജനങ്ങളോട് എല്ലാവരോടും നമ്മൾ പറയണം. വീടുകളിലെത്തുന്നത് മനോരമയും മാതൃഭൂമിയും പ്രചരിപ്പിക്കുന്ന നുണക്കഥകളാണ്. വീടുകളിലെത്തിക്കുന്നത് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മനോരമ ന്യൂസും എല്ലാം അടക്കമുള്ള മീഡിയ വണ്ണും എല്ലാം അടക്കമുള്ള ചാനലുകൾ പരത്തിവിടുന്ന നുണക്കഥകളാണ്. നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലണം. നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എത്രയാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 57 മുതൽ ഒരു തുണ്ട് ഭൂമിയിൽ കാലൂന്നി നിൽക്കാൻ കേരളത്തിലെ മനുഷ്യർക്ക് അവസരം കൊടുത്തത് EMSന്റെ ഗവൺമെന്റ് 57-ൽ. അധികാരമേറ്റിട്ട് 6ാമത്തെ ദിവസമാകുമ്പോഴേക്കും സ്റ്റേ ഓഫ് എവിക്ഷൻ. ഇനി ആരെയും ഈ ലാൻഡ് ലോഡ് ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല. ആ മണ്ണിൽ താമസിക്കുന്നത് അവരുടെ മണ്ണാണ്. ആ മണ്ണ് അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് നിയമം കൊണ്ടുവന്നപ്പോഴാണ് മൂട്ടുകാലിൽ ഇഴഞ്ഞിരുന്ന മനുഷ്യര്, നടുകുനിഞ്ഞു പോയ മനുഷ്യര്, വായ്ക്കൈപത്തി അടിയൻ റാൻ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യര് അവര് നിവർന്നു നിന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒഴിപ്പിക്കാൻ വന്നാൽ കോടതി പോകും. കോടതി പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ പിന്തുണ ഉണ്ടാവണം. അത് ഉണ്ടായപ്പോ അവർക്കത് പറയാൻ സാധിച്ചു. എന്നാൽ ഇന്ന് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ യമുന നദിയുടെ തീരത്തൊക്കെ കുടില് കെട്ടി പാർക്കുന്ന ഒരുപാട് കർഷക തൊഴിലാളികളും മറ്റും ഉണ്ടല്ലോ. ആ പാവങ്ങൾക്ക് അവർ താമസിക്കുന്ന മണ്ണ് സ്വന്തമാണോ? കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ഒരു റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് ഒരു ഭാഗം ഒഴിപ്പിച്ചെടുക്കാൻ വലിയ മുതലാളിമാർക്ക് സമ്മതം കൊടുത്തു. അവിടെ കാലാകാലമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ബുൾഡോസർ വെച്ച് ഓടിച്ചപ്പോ അവർക്കൊരു ടാർപോളിൻ ഷീറ്റ് പോലും മേടിച്ചു കൊടുത്തില്ല. മേടിച്ചു കൊടുക്കണ്ട. കാരണം അവർ താമസിക്കുന്നത് അവരുടെ മണ്ണിലല്ല, അവരുടെ പേരിൽ ഒരു തുണ്ട് മണ്ണില്ല. എത്രയോ തലമുറകളായിട്ട് താമസിക്കുകയാണ്. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആർത്തലച്ച് കരയുമ്പോ എവിടെ രേഖ? എവിടെ രേഖ? ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് രേഖ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് അവർക്ക് അതിന്റെ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ BJP ആണ്. അവർ നിരുപാധികം കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. വേറെ എവിടെയെങ്കിലും ചെന്ന് വീഴുകയാണ്. ആ പാവങ്ങളെ പോലെയാണോ ഇന്ത്യയിലെ ജനങ്ങൾ? ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം, കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരും അവർക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് മണ്ണില്ലേ? 99% ആളുകൾക്കും കേരളത്തിൽ ഭൂമിയായില്ലേ? ഇനി ചെറിയൊരു ശതമാനമുണ്ട്. കുറച്ച് പേർക്ക് വനപ്രദേശത്തൊക്കെ ആയതുകൊണ്ട് പട്ടയത്തിന് ചില തടസ്സമൊക്കെ ഉണ്ട്. പക്ഷെ ആന്റണി ഇവിടെ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോ ഒരുപാട് പേർക്ക് ഈ മണ്ഡലത്തിൽ പട്ടയം കൊടുത്തു. ബാക്കിയുള്ളത് കൊടുക്കാനുള്ള നടപടിക്രമം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് വനാവകാശ നിയമത്തിന്റെ ഒക്കെ പരിധിയിൽപ്പെട്ടത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പെർമിഷന് വേണ്ടി എഴുതിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ചിലതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരുന്നു. കാരണം
ചില നിയമങ്ങൾ, ചില ഭരണപ്രക്രിയകൾ കേരളത്തിൻ്റെത് മാത്രമല്ല, ചിലത് കേന്ദ്രത്തിന്റെ പരിധിയിലാണ്, ചിലത് കൺകറന്റ് ലിസ്റ്റിലാണ്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യവും പോലും കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തത് മേലെ നിന്ന് കടിഞ്ഞാൻ വലിക്കാനാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോണ്ട, അങ്ങനെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടേണ്ട എന്നാണ് കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ വനത്തിന്റെ കാര്യങ്ങൾ. ഇവിടെ വന്യമൃഗത്തിന്റെ ശല്യമുള്ളൊരു മണ്ഡലമാണ്. ആന്റണി എന്നോട് പറഞ്ഞു, വനത്തിന്റെ പരിധിയിലാണ് കുറെ സ്ഥലം. കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നു, വല്ലാതെ ദ്രോഹിക്കുന്നു. മനുഷ്യരെന്ത് ചെയ്യും? കേരളത്തിലെ ഗവൺമെന്റിനോട് ജനങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം തരണം. കേരള ഗവൺമെന്റ് ഇപ്പോൾ പുതുതായിട്ട് കേരള അസംബ്ലിയിൽ ചർച്ച ചെയ്ത് ഒരു നിയമം ഉണ്ടാക്കി. നമ്മൾ പറഞ്ഞു, മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിനകത്താണ്. മനുഷ്യർ താമസിക്കുന്നിടത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങി വന്ന് ആക്രമിച്ചാൽ അവിടെ മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയരുത്. ആ മൃഗങ്ങളെ കൊന്നുകളയാനുള്ള അല്ലെങ്കിൽ നേരിടാനുള്ള, നമുക്ക് മൃഗസ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ മനുഷ്യന്മാരെ കടുവ പിടിച്ച് കൊല്ലുമ്പോ, മനുഷ്യന്മാരെ പന്നി കുത്തി കൊല്ലുമ്പോ, പാവപ്പെട്ട പന്നിയും കടുവയും അവർക്ക് ജീവിക്കണ്ടേ എന്ന് സാഹിത്യം പറഞ്ഞാൽ മതിയാവോ? പിഞ്ചു കുട്ടികളെ അടക്കം കാട്ടുമൃഗങ്ങൾ ദ്രോഹിക്കുമ്പോ അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കണ്ടേ? കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത് ഈ ഗവൺമെന്റ് വന്യമൃഗശല്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവര് ഭരിച്ചാൽ സാധിക്കുമോ? നേരത്തെ സാധിച്ചിട്ടുണ്ടോ? UDF ഭരിക്കുമ്പോഴുള്ളതിനേക്കാൾ വനത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ എത്രയോ ഇരട്ടി കോടികൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഫെൻസിങ്ങും അതുപോലെ ആനമതിലും ഒക്കെ നിർമ്മിച്ചുകൊണ്ട്. പക്ഷെ അതൊന്നും പോരാ ഈ മൃഗങ്ങൾക്ക്. അപ്പോ നമ്മള് നല്ല പ്രതിരോധം തീർക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം ഉണ്ടായിരിക്കണം. ഉദ്യോഗസ്ഥന്മാർ പേടിച്ചിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ പന്നിയെ വെടിവെച്ചോളൂ. മുഖ്യമന്ത്രി പറയേണ്ടതുപോലെ പറഞ്ഞു ഇല്ലേ? പന്നി ശല്യം അസംബ്ലിയിൽ വന്നപ്പോ ഒരു ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, പന്നി ശല്യം കുറയുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ടും പന്നി ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ കുറെ കഴിയുമ്പം പന്നിയെ കണ്ടിട്ടില്ല, കേട്ടില്ലേ? പിന്നെ പന്നിയെ കൊന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. വേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇനി പന്നിയെ കൊന്നോളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കേസെടുക്കുന്ന പേടിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് നാളെ പെൻഷൻ കിട്ടാണ്ടായി പോകുമെന്ന് പേടിച്ചിട്ടാണ് അവർ കൊല്ലാൻ വിടാത്തത്. പക്ഷെ പറഞ്ഞു, ഇതാ എവിടെയെങ്കിലും ഒരു പന്നിയെ കൊന്നിട്ടുണ്ടെന്ന് കണ്ടാൽ അപ്പൊ പോയി കേസെടുക്കാനൊന്നും നിൽക്കേണ്ട കേട്ടാണ് ആ ഉദ്യോഗസ്ഥന്മാരോട് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിലപ്പുറം എങ്ങനെയാ മലയാളം പറയാ? ചില പ്രദേശത്തെല്ലാം പന്നി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ കരടിയോടും കടുവയോടൊന്നും ആ സമീപനം പോരാ നമുക്ക്. അതിന് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ തന്നെ വേണം. ആ ബില്ല് കേരള നിയമസഭയിൽ പാസ്സാക്കിയിട്ട് നമ്മളെ ഗവർണർക്ക് അയച്ചു കൊടുത്തു. ഈ ഗവർണർമാർ ചെയ്യുന്ന ദ്രോഹം എത്രയാ? ഗവർണർമാർ പഴയ രാജാക്കന്മാരായിട്ട് മാറുക. രാജഭരണം അവസാനിപ്പിച്ചിട്ട് ഡെമോക്രാറ്റിക് കൺട്രി ആയത്. അവിടെ ആ ഗവർണർ പദവി വേണോ വേണ്ടിയോ എന്ന് ചർച്ച ചെയ്തിരുന്നു അന്ന് ഭരണഘടന എഴുതുമ്പോ. നിഷ്കളങ്കമായി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളാകെ വേറിട്ട് പോകുന്ന ഒരു ഭയമുള്ളത് കൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരാൾ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടോ ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അവിടെ വെച്ചു. കാലക്കേടിന് അന്നില്ലാണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അത് എഴുതി വെക്കുമ്പോ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് ഭരണഘടനയിൽ അംബേദ്കറും കൂട്ടരും സൂചിപ്പിച്ചു. അത് ഈ ഗവർണറുടെ പ്രീതി മന്ത്രിസഭയോടായിരിക്കണം. പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഗവർണർ കോൺഗ്രസ്സുകാരനാണെങ്കിലും മന്ത്രിസഭ ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിൽ ഗവർണറുടെ കൂറ്, ഗവർണറുടെ വിശ്വാസം, ഗവർണറുടെ സമ്മതം ഈ മന്ത്രിസഭയോടാണ്. ഇനി ഗവർണർ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭയാണെങ്കിലും തിരിച്ചങ്ങനെ തന്നെയാണ്. ആ മന്ത്രിസഭ ചെയ്യുന്ന കാര്യം ഗവർണർ അംഗീകരിക്കണം എന്നാണ്. എന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നയപ്രഖ്യാപനം വായിക്കുന്നത്. എഴുതിയത് ഗവർണറാ, എഴുതുന്നത് LDF അല്ലേ? ആ നയപ്രഖ്യാപനം കൊണ്ടുവന്ന് നിവർത്തി വെച്ചിട്ട് എന്റെ ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവരും, എന്റെ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വായിക്കേണ്ടത്. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ ഗവർണറും വായിച്ചത്. കഴിഞ്ഞ തവണ നമ്മുടെ ഗവർണർ നയപ്രഖ്യാപനം വായിക്കുമ്പോ അതിനകത്ത് 2 പാരഗ്രാഫ് വായിച്ചില്ല, 1 പാരഗ്രാഫ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല എന്ന വിമർശനമുള്ള പേജാണ് ഗവർണർ വായിക്കാതിരുന്നത്. പക്ഷെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ആ രണ്ട് ഗണ്ണികയും ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. അത് ഈ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളോടാ കളി കേട്ടോ, വെറുതെ പറയാണ് ഗവർണർ. അപ്പോ ഇതാണ് ഈ സംവിധാനത്തിന്റെ തരക്കേട്. എന്നാൽ ഇവിടുത്തെ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിനോട് കാണിക്കേണ്ട എല്ലാ മര്യാദയും കാണിച്ചുകൊണ്ട് തന്നെ
നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിച്ചവരാ. ധാരാളം പണമില്ലാഞ്ഞിട്ട് ഉത്തർപ്രദേശിന് ഇതെല്ലാം കോരി ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നതാ ഈ ദാരിദ്ര്യം പറഞ്ഞത്. ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിലൊരു മീഡിയക്കാർ സന്ദർശിച്ചപ്പോ മുക്കുപത്തിയിട്ടങ്ങ് കയറാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. യൂട്യൂബിലുണ്ട് അവരുടെ. അതായത് അവിടെ തന്നെ മലവിസർജനം. നമ്മളെ മാതൃഭൂമി ചാനലിന്റെ ഒരു വാട്ടർ സൈക്കിൾ ഡയറി മാതൃഭൂമി ചാനൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ, ബീഹാറിന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും കാണാം. ആ ചെറുപ്പക്കാർ പറഞ്ഞു എന്തൊരു നാറ്റം. അപ്പൊ അവര് പറഞ്ഞു നാറാണ്ടെന്തിരിക്കും രാവിലെ എണീറ്റ് മലവിസർജനം ചെയ്യണ്ടേ. അതെന്താ, നിങ്ങൾക്ക് ഈ വിശാലമായ വീടൊന്നും ഇല്ലാത്ത സ്ഥലം കാണുന്നുണ്ടല്ലോ, അവിടെ എങ്ങാൻ പോയി ചെയ്തൂടെ? അതെല്ലാം ലാൻഡ് ലോഡിൻ്റെതാണ്. അവിടെ ഇനി ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പ് പോയി കുത്തിരിക്കാന്ന് വെച്ചാലും ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ വൃത്തികേടാക്കുന്നത് തടയാൻ. കുത്തിയിരിക്കുമ്പോ തലമണ്ട കടികിട്ടുകയാണ്. എന്തൊരു അഭിശപ്തമായ അവസ്ഥയാണ് കോൺഗ്രസ് നിങ്ങളുടെ ഇത്ര കാലത്തെ ഭരണം അവിടെ ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ BJPയുടെ ഭരണം അവിടെ ഉണ്ടാക്കി വെച്ചത് ഇതാണോ കേരളത്തിൽ? താഴെയുള്ള ഓരോ മനുഷ്യന്റെയും ജീവിതം കണ്ട് അവർക്ക് ഭൂമി കൊടുത്ത്, മിച്ചഭൂമി കണ്ടെത്തി, ഭൂപരിഷ്കരണത്തിന് ശേഷം സർപ്ലസ് ലാൻഡ് അത് കണ്ടെത്തി അവർക്ക് വീതിച്ചു കൊടുത്ത്, അവർക്കത് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസുകൾ തുറന്ന്, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസുകൾ തുറന്ന് നമ്മുടെ കേരളത്തിലുടനീളം നടത്തിയ വിപ്ലവത്രിയ കൂട്ടരെ. അതിന്റെ എല്ലാം പരിസമാപ്തിയായിട്ടല്ലേ ഇപ്പൊ കൈ കാശുണ്ടെങ്കിൽ നടന്ന് ചോദിക്കാൻ പറ്റുന്നത്. 1 ഏക്കർ വിൽക്കുന്നോ, 10 സെന്റ് വിൽക്കുന്നോ, വാങ്ങാൻ ഞാനുണ്ട്. അങ്ങനെ വാങ്ങിയാലോ, വാങ്ങിയാൽ എന്റെ പേരിൽ അതിരുകൾ വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. ഈ സൗഭാഗ്യം നിങ്ങൾ ദീർഘകാലം ഭരിച്ച സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ നിങ്ങൾ ഞങ്ങൾ ഒരുപോലെയാണെന്ന് പറയാം. സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ജില്ലാ കൗൺസിൽ ആക്ട് കൊണ്ടുവന്നു. അധികാര വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചത് നമ്മള്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം തുടങ്ങിയത് നമ്മള്. 1990 സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം തുടങ്ങുമ്പോ ഞാൻ സ്കൂളിൽ ടീച്ചറാ. 1 വർഷം ഡെപ്യൂട്ടേഷനിൽ ഞാനും പോയി സാക്ഷരതാ യജ്ഞത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസറായിട്ട്. അപ്പൊ കോൺഗ്രസ്സുകാർ കളിയാക്കുക, ഓ ഇനി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവനെ അക്ഷരം പഠിപ്പിച്ചിട്ടാണ് വിപ്ലവം. അതേടോ, അത് തന്നെയാ വിപ്ലവം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവരെല്ലാം വന്നു പഠിക്കാൻ. അവരുടെ കാല് നീട്ടത് അല്പം പിന്നോട്ടായി. അവർക്ക് കുറച്ചും കൂടി യൗവനം വന്നു. അവർ അക്ഷരം പഠിച്ചു, പേരെഴുതി ഒപ്പിട്ടു. എന്നാ അത് മാത്രമല്ല, അതിന്റെ പിൻവാങ്ങലായിട്ട് അതിന്റെ കൂടെ ആയിട്ടാണ്, തുടർച്ചയായിട്ടാണ് തുടർ വിദ്യാഭ്യാസ പ്രക്രിയ നമ്മൾ തുടങ്ങിയത്. 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ, 8ാം ക്ലാസ് തുല്യതാ പരീക്ഷ, 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ, +1 +2 ഇപ്പൊ ഡിഗ്രിയിലേക്ക് കടന്നിരിക്കുക. എന്തായി തുല്യതാ പരീക്ഷ? എന്തെങ്കിലും സാഹചര്യത്താൽ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ പ്രായമുള്ള ആൾക്കോ 4ാം ക്ലാസ് എഴുതി പാസ്സാവാം. സമാന്തരമായിട്ട് 7ാം ക്ലാസ് എഴുതി പാസ്സാവാം. 4 കഴിഞ്ഞ 7ആണ്. 10ാം ക്ലാസ് എഴുതി പാസ്സാവാം. എത്ര ചെറുപ്പക്കാർ കേരളത്തിൽ തുല്യതാ പരീക്ഷ എഴുതി 10ാം ക്ലാസ് പാസ്സായി സർട്ടിഫിക്കറ്റും കൊണ്ട് ഗൾഫിൽ പോയിട്ടുണ്ടെന്നറിയോ? അവിടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മുമ്പൊക്കെ പോകായിരുന്നു, ഇപ്പം വിടുന്നില്ല. പോയാൽ തന്നെ ആടുജീവിതാണ് ഫലം. ഒരു സെയിൽസ് ഗേളായിട്ടോ സെയിൽസ്മാൻ ആയിട്ടോ പോലും ജോലി കിട്ടില്ല. എന്നാൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മുടെ മക്കൾ അന്തസ്സോടെ അവിടെ പോയി ഒരു കുഞ്ഞ് ജോലി സമ്പാദിച്ചു, കാശ് വീട്ടിലേക്ക് അയച്ചു, വീട്ടിലെ ഒലപ്പര മാറ്റി, വീട്ടിൽ ചാണകം മെഴുകുന്ന തറ മാറ്റി, ടൈൽസ് ഇട്ടു, പിന്നെ കുറച്ച് കഴിയുമ്പോ വിട്രിഫൈഡ് ടൈൽസ് ഇട്ടു, പിന്നെ കുറെ കഴിയുമ്പോ മാർബിൾ ഇട്ടു. അല്ലേ കേരളം മാറിയത് എങ്ങനെയാ? ചൈനക്കാര് പറയാറുണ്ട്, നിങ്ങൾക്കൊരാളെ ജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മത്സ്യമല്ല കൊടുക്കേണ്ടത്, മത്സ്യം പിടിക്കാനൊരു ചൂണ്ട കൊടുക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? അത് നമ്മൾ പ്രാപ്തരാക്കി. ഒരു 10,000 ഉറുപ്പ്യ ഒരു വീട്ടിൽ ഒരു തവണ കൊടുത്താൽ അതൊന്നും ഉണ്ടാവില്ല, ദാരിദ്ര്യത്തിൽ കലങ്ങി പോവുകയേ ഉള്ളൂ. എന്നാൽ പ്രതിമാസം ദാരിദ്ര്യം മാറ്റാൻ ഒരു പെൻഷൻ കൊടുക്കണമെന്ന് നമ്മളും തീരുമാനിച്ചു. അത് പ്രതിമാസമാണ്. അതും കൊണ്ടുപോകാൻ പോരാ. ഇതുപോലെ സമാന്തരമായി ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കി, പ്രോഗ്രാമുകൾ ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കണം. 98-ൽ കുടുംബശ്രീ അയൽക്കൂട്ടം ഉണ്ടാക്കി. എന്തിനാ? ഈ ചില വൻകിട ബാങ്കുകൾ നാട്ടുമ്പുറത്തെല്ലാം കൊച്ചു കൊച്ചു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനൊരു അയൽക്കൂട്ടം കൺവീനറാക്കി. ആ കൺവീനർ വഴി മുട്ട വിറ്റതും കോഴി വിറ്റതും ഒക്കെ ആയിട്ടുള്ള കാശ് ഊറ്റിയെടുത്തിട്ട് കടന്നു കളയുകയാണ്. ആന്ധ്രാപ്രദേശിൽ 23 അയൽക്കൂട്ടം കൺവീനർമാർ ആത്മഹത്യ ചെയ്തു. കാരണം ബാങ്കുകാർ പൈസയും പിരിച്ച് മുങ്ങിയപ്പോ നാട്ടുകാർക്ക് അയൽക്കൂട്ടം കൺവീനറോട് ചോദിക്കാൻ തുടങ്ങി, പൈസ എവിടെ? നീ പറഞ്ഞിട്ടാ ചേർന്നത്, പൈസ എവിടെ? മണി ചെയിൻ തട്ടിപ്പ് പോലെ. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ അവര് പറഞ്ഞിട്ട് ചേർത്തുന്നേ ഉള്ളൂ, ഒന്നും അറിയില്ല. നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയപ്പോ ആ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. അതിവിടെ വരരുത്, മൈക്രോ ക്രെഡിറ്റ് ആൻഡ് മാക്രോ ട്രാപ്പ് എന്ന് അന്ന് ലേഖനങ്ങളൊക്കെ വന്നിരുന്നു. തോമസ് ഐസക്കും അന്നത്തെ ഗവൺമെന്റും ചേർന്നിട്ട്
നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കാം. അതാണ് കുടുംബശ്രീ അയൽക്കൂട്ടം, സ്ത്രീകളുടെ സംഘം. അത് സർവതന്ത്ര സ്വതന്ത്രമല്ല. അതിനെ പരിശോധിക്കാൻ ആളുണ്ട്, അതിന് അയൽക്കൂട്ടത്തിന് സെക്രട്ടറി ഉണ്ട്, അത് കഴിഞ്ഞാൽ ADS ഉണ്ട്, അതിന്റെ മേലെ CDS ഉണ്ട്, അതിന് മേലെ ജില്ലാ മിഷൻ ഉണ്ട്, അതിന് മേലെ സംസ്ഥാന മിഷൻ ഉണ്ട്, അതിന് മേലെ ക്യാബിനറ്റ് ഉണ്ട്. ഈ ഭരണ സംവിധാനത്തിലാണ് കുടുംബശ്രീ നിൽക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കുടുംബശ്രീക്ക് പ്രത്യേകിച്ച് തുക, ബാങ്ക് ലിങ്കേജ് വഴി 4% പലിശക്ക് വായ്പ, ഇതെല്ലാം നിശ്ചയിച്ചപ്പോഴാണ് നമ്മുടെ കുടുംബശ്രീ ശക്തമായത്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. നാട്ടിലെ ദാരിദ്ര്യം മാറ്റുന്നതിനും കുടുംബങ്ങളെ കുറേയും കൂടി ശക്തമാക്കുന്നതിനും കുടുംബശ്രീ വളരെ ഫലപ്രദമായിട്ടുണ്ട്. സ്ത്രീകളുടെ അന്തസ്സും വർദ്ധിച്ചു. വീട്ടിൽ പുറത്തിറങ്ങി പോകുമ്പോ വഴക്ക് പറയുന്ന ഈ കോതമംഗലത്ത് അങ്ങനെ ഉണ്ടാവില്ല. ചിലയിടത്ത് പുരുഷന്മാര് അവരുടെ വീട്ടിലെ സ്ത്രീകളെ പുറത്തു പോകാൻ വിടുവായിരുന്നില്ല, അല്ലേ? കാറിപ്പോടി അകത്ത് എന്ന് പറയും എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോ. പക്ഷെ പിന്നെ അതേ വീട്ടുകാര്, അല്ല അന്നാമ്മേ സരോജിനി, നീ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോകുന്നില്ലേ? ഞായറാഴ്ച ബുക്ക് എടുത്തിട്ട് ചോദിക്കാൻ തുടങ്ങി. എന്താ കാര്യം? തീരെ മുട്ടിപ്പോകുമ്പോ സ്നേഹമുള്ള ഭാര്യയോട് ചോദിക്കാം, പെങ്ങളോട് ചോദിക്കാം, ഒരു 2000 രൂപ നിന്റെ കുടുംബശ്രീന്ന് കൊണ്ടു തരുവോ? ചേട്ടാ ഇവിടെ ഇരി, ഞാൻ ഇപ്പം പോയി ശരിയാക്കാം എന്ന് പറഞ്ഞ് സ്ത്രീകൾ പോകുന്നു. അപ്പൊ സ്ത്രീകൾക്ക് ഒരു വിലയും നിലയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വിശദീകരിക്കണ്ട. കുടുംബശ്രീയെ തകർക്കാനാണ് ജനശ്രീ കൊണ്ടുവന്നത്. നമ്മൾ വീണ്ടും 2016 പിണറായി അധികാരത്തിൽ വന്ന സമയത്ത്, ഒന്നാം പിണറായി സർക്കാർ, പിണറായി പറഞ്ഞു 57 ഗവൺമെന്റ് എല്ലായിടത്തും ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ആശുപത്രി ഉണ്ടാകണമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലം മാറി. ഒന്നിനൊന്ന് മാറാൻ വസ്ത്രമുള്ളവരാണ്. എത്ര സാധാരണക്കാരായ കുടുംബത്തിലെ കുട്ടികളായാലും 1-2 കുട്ടികളെ ഉള്ളൂ. അവരെ എല്ലാം രാവിലെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല കുപ്പായമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളാണ്. ആ കുട്ടികൾ വന്നു ചേരുന്ന ഗവൺമെന്റ് സ്കൂള് കുഴിയും പൊടിയും ഒക്കെ ഉള്ളതും കാലിളകുന്ന ഡെസ്ക് ഉള്ളതും ഒക്കെ ആയിട്ട് മാറിയാൽ അവിടെ അവർക്ക് വല്ലാത്ത സങ്കടം. അപ്പുറത്തുള്ള പ്രൈവറ്റ് സ്കൂളിലേക്ക് അയക്കാൻ താല്പര്യപ്പെട്ട് ചിലപ്പോൾ അവിടെ പോയി ചേരും. ചേർന്ന പോലെ ഒരു 3-4 മാസം കഴിയുമ്പോൾ TC വാങ്ങി മടങ്ങി വരും. ആ ഫീസ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ശക്തമാക്കണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം രക്ഷപ്പെട്ടില്ലേ? കുറച്ചുകൂടിയുണ്ട്. ഇടതുപക്ഷ മുന്നണി അടുത്ത തവണ വരുമ്പോ ബാക്കിയുള്ള സകല ഗവൺമെന്റ് സ്കൂളുകളും ഹൈടെക് ആക്കിയിട്ട് മാറ്റും. ഇപ്പൊ 1/4 പങ്കായി, ഇനി 1/4 പങ്കേ നോക്കണ്ടുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് എളുപ്പമാണ് ഇനി ചെയ്യാൻ. ഇതല്ലേ കേരളം? ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ എന്തൊരു മാറ്റാകൂട്ടരേ ഉണ്ടായത്. 2016 വരുമ്പോ എന്തായിരുന്നു ആശുപത്രികളുടെ സ്ഥിതി? നേരത്തെ ശ്രീമതി ടീച്ചറുള്ള സമയത്ത് കുറേയേറെ നന്നാക്കി വെച്ചതായിരുന്നു ആശുപത്രിയെല്ലാം. അന്ന് വലിയ പൈസ ചെലവാക്കാൻ പറ്റിയില്ല. ഒന്ന് പെയിന്റൊക്കെ ഇട്ട് മനോഹരമൊക്കെ ആക്കിയിട്ട് മാറ്റി. പക്ഷേ ശിവകുമാർ വന്നു, UDF വന്നു, ആശുപത്രികളാകെ കുത്തഴിഞ്ഞ് മരുന്നും ഇല്ല, ഡോക്ടറും ഇല്ല. നേരത്തെ ഇവിടെ ബിനോയ് പറഞ്ഞതുപോലെ എന്തൊരു വൃത്തികേടായിരുന്നു. ഞാൻ മന്ത്രിയായ ഉടൻ തന്നെ, മന്ത്രിയായിട്ടുള്ളൂ, ആദ്യമായിട്ട് മന്ത്രിയാവുന്നയാ. അപ്പൊ ചില പത്രക്കാര് പറഞ്ഞു ടീച്ചർ ഒന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി വന്നു നോക്കണം. ഞാനപ്പാട് ബുക്കും പുസ്തകവും ഒക്കെ എടുത്ത് അവിടെ ചെന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്റെ പൊന്നെ, ആശുപത്രിയുടെ മുറ്റത്ത് കയറുമ്പം തന്നെ എന്തോ ഒരു വൃത്തികേട്. 5 വർഷമായിട്ട് ഈ UDFന്റെ കാലത്ത് ആശുപത്രി ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അതിന്റെ പരിസരം മുഴുവൻ ഒരു ഷെഡ് പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. അതിനകത്ത് കടലാസും തുണിയും കുപ്പിക്കഷ്ണങ്ങളും എല്ലാം നിറഞ്ഞ് അതിനകത്ത് നിന്ന് പുഴുവും കൊതുകും എല്ലാം ആർക്കുകയാണ്. ഒരു കെട്ടിടത്തിന്റെ ചെറിയ ഉയരമില്ലാത്ത കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് പുക പോകുന്നത് പോലെ കാണുന്നു. എന്താന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഡെങ്കി കൊതു പറക്കുകയാണ്. ഡെങ്കി കൊതുവിന് ഒരു വെള്ള നിറം പോലത്തെ ഒരു നിറാണ്. നിങ്ങൾ അതിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഡെങ്കി കൊതുകിനെ. അത് കൂട്ടത്തോടെ പറക്കുന്നതാണ്. എനിക്ക് ശ്വാസം മുട്ടി. അപ്പൊ ചിലര് പറഞ്ഞു, മാഡം ഒന്ന് ബാത്റൂം ഒന്ന് ചെന്ന് നോക്കൂ, കോമൺ ബാത്റൂം. അതിൽ ചെന്ന് നോക്കുമ്പോ അതിനേക്കാൾ സങ്കടം. സാധാരണക്കാർ വരുന്ന ഇടാണേ, യൂറോപ്യൻ ക്ലോസറ്റ് ചെരിഞ്ഞു വീണിരിക്കുന്നു. അതിന് പണ്ടെന്നോ മലവിസർജനം ചെയ്തതിന്റെ പാടൊക്കെ ഉണ്ട്. ഇപ്പൊ അതിനകത്ത് കയറാൻ പറ്റില്ല. ചെരിഞ്ഞു വീണതിനകത്ത് എങ്ങനെ പോയിട്ട് മലവിസർജനം ചെയ്യും? അപ്പുറത്ത് ഇന്ത്യൻ സ്റ്റൈലുണ്ട്, അതിന്റെ ക്ലോസറ്റ് അടഞ്ഞ് അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് മുഴുവൻ കൊതു നുരക്കുന്നു. എന്തൊരവസ്ഥ! ഞാൻ പറഞ്ഞു, ഇതെന്തായി കാണുന്നത്? നിങ്ങൾക്ക് എന്താ പണി ഇവിടെ? കുറച്ച് കടുപ്പത്തിലായി പോയി പറഞ്ഞത്. അത് ആരോ ഒരു വീഡിയോ എടുത്ത് നാടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അത് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമായി. പക്ഷേ സഹിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ചോദിച്ചെന്താ വേണ്ടത് ഇത് നന്നാക്കാൻ? പൈസ ഉണ്ടോ നിങ്ങളുടെ അടുത്തും ചോദിച്ചു. എന്നോട് നുണ പറയാൻ കഴിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഒരിടത്ത് എത്ര പൈസ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നില്ല. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കയ്യിൽ കാശുണ്ട്, ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്.
HDS എത്ര കാശുണ്ടെന്ന് ചോദിച്ചു. ശബ്ദം ഉയർത്തി ചോദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു 1.25 കോടിക്കടുത്തുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടാ 1.25 കോടി ഉറുപ്പിക അവിടെ വെച്ചിട്ട് ഇതാരാ വൃത്തിയാക്കേണ്ടത്? ഇത് ഗവൺമെന്റിന്റെതല്ലേ, ഗവൺമെന്റിന്റെ കാര്യം മുറ പോലെ എന്ന് കരുതിയിരിക്കുക. ഞാൻ പറഞ്ഞു എത്ര ദിവസം വേണം വൃത്തിയാക്കാൻ? ഒരാഴ്ച. ഞാൻ പറഞ്ഞു ഒരാഴ്ച വേണ്ട, 2 ആഴ്ച എടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് വഴി വരും. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ടെന്ന് കാണണം. അപ്പൊ ഈ ബഹളമെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും അതിന്റെ നേതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ ഞങ്ങൾ നാളെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ പരിസരമൊക്കെ ക്ലീൻ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു വളരെ നന്നായി സഹാക്കളെ നിങ്ങൾ, പക്ഷെ ഒരു കരാറുണ്ട്, രാവിലെ 9 മണിക്ക് ടീച്ചർ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യണം, ക്ലീനിങ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മിനിമം ആവശ്യമല്ലേ ഉള്ളൂ. ഞാൻ നേരം വെളുക്കുമ്പം പോയി. അപ്പൊ വലിയ ബറ്റാലിയനായിട്ട് വന്നിരിക്കുക പോലീസുകാരെല്ലാം കൂടി. ഞാൻ പറഞ്ഞു തൂമ്പയും പിക്കാസും എല്ലാം എടുത്തിട്ട് വരണം, അത്രയും വൃത്തികേടാണ്, അതിന്റെ കാടുകളാണ് പരിസരത്തൊക്കെ. അവര് വന്നു, വൈകുന്നേരം വരെ പണിയെടുത്തു, എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ. പിന്നെ എല്ലാ ദിവസവും ഡോക്ടർമാരും നഴ്സുമാരും ക്ലീനിങ് സ്റ്റാഫും എല്ലാം ഇടപെട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. നമ്മൾ ഇറങ്ങി വരുന്നത് വരെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇനി അങ്ങാൻ UDF വന്നാൽ ആ യുഗത്തിലേക്ക് നയിക്കാനാണ് രമേശ് ചെന്നിത്തല ജാഥയും കൊണ്ടുപോകുന്നത് കേട്ടോ. വൃത്തികേടാക്കാൻ എല്ലാം. കേരളത്തെ വീണ്ടും വൃത്തികേടാക്കണോ രമേശ് ചെന്നിത്തലക്ക്? ഇടതുപക്ഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കേരളത്തിൽ ഒരാൾക്കും UDFന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ജാഥ മാനേജർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടുണ്ടാക്കി കൊടുക്കും ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കടുത്ത പറച്ചിലായി പോയി അത് ഈ കൊച്ചു കേരളം. പക്ഷെ ആഗ്രഹിച്ചിട്ടാണ്. കേരളത്തിൽ ഒരാൾ പോലും മഴ നനഞ്ഞ് കിടക്കരുതെന്നുള്ള നമ്മുടെ ഒരു സോഷ്യലിസ്റ്റ് ചിന്തയുടെ ഭാഗത്താണ്. സാക്ഷാൽ വലിയ സമ്പത്തുള്ള അമേരിക്കയുണ്ടല്ലോ, അമേരിക്കയെ പറയരുത് എന്ന് പറയും എല്ലാവരും. എനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭീഷണിയൊക്കെ വരും അമേരിക്കയെ കുറിച്ച് മിണ്ടരുത് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് അമേരിക്കയില് ഈ പറയുന്ന ട്രംപും കൂട്ടരും ഒക്കെ ഏറി മാറി ജീവിക്കുന്നവരാണെങ്കിലും അതിന്റെ കറുത്തവരെല്ലാം താമസിക്കുന്ന ഗ്രാമം എന്താ കൂട്ടർ ഇപ്പോഴും. പണ്ടൊരിക്കൽ ആ ഫ്ലോറിഡയിൽ ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചു വീശിയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ മറിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റ് നിവർത്തി കൊടുത്തിട്ടില്ല. കേരളത്തിൽ 18-ലും 19-ലും പ്രളയം ഉണ്ടായപ്പോ ഒറ്റ മാസം കൊണ്ട് മറിഞ്ഞു വീണ സകല ഇലക്ട്രിക് പോസ്റ്റ് ഉയർത്തി വെച്ച് വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചില്ലേ നമ്മള്? ഇതാണ് കേരളം. എന്നിട്ട് അതിനെ കുറിച്ച് മിണ്ടരുതെന്നാ. പോട്ടെ, മിണ്ടണ്ട. നമ്മളിവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആരും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചിലത് ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, ഇത്ര പേർക്ക് വീടില്ലാത്തുള്ളതിന്റെ ഒരു കണക്കെടുക്ക്. പഞ്ചായത്ത് എല്ലാം ചേർന്നു കണക്കെടുത്തു. ഒരു 5-6 ലക്ഷം പേരുടെ അപേക്ഷ കിട്ടി. അപ്പൊ നമുക്ക് എത്ര വെച്ച് കൊടുക്കാൻ പറ്റും? നമുക്ക് ഗവൺമെന്റിന് ഒരുപാട് പൈസ കൊടുക്കാനല്ലോ, ഒരു 4 ലക്ഷം വീതം നമുക്ക് കൊടുക്കാം. ബാക്കി പഞ്ചായത്തും നാട്ടുകാരും എല്ലാം വിചാരിച്ചാൽ 2 കിടപ്പുമുറിയും ഒരു നടുത്തളവും ഒരു നല്ല ടോയ്ലറ്റും അതുപോലെ ഒരു കുളിമുറിയും ഒരു കുഞ്ഞ അടുക്കള പണ്ടത്തെ പോലെ കുത്തിയിരുന്ന അടുപ്പിൽ തീ ഊതുവൊന്നും വേണ്ട, ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാകും, നല്ലൊരു ആധുനിക അടുക്കള അത്രയും ഉണ്ടാക്കി കൊടുക്കാം. അതുണ്ടാക്കാൻ തീരുമാനിച്ചിപ്പോ 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് നിർമ്മിച്ച് താക്കോൽ നൽകിയ ഗവൺമെന്റിനോടാണ് നിങ്ങൾ എന്ത് ചെയ്തു ചോദിക്കുന്നത്. നാണോ ഇല്ലേ ഇവർക്ക്? കേട്ടോ, നമ്മൾ ചെയ്തിട്ടാണേ. ഇനി ആർക്കെങ്കിലും ബാക്കിയായി പോയി അർഹതയുള്ളവര്. ചിലർ പറഞ്ഞു അപേക്ഷിക്കാൻ പറ്റിയില്ല, ചിലർ പറഞ്ഞു അപേക്ഷിച്ചപ്പോ തെറ്റിപ്പോയി, ഈ ലിസ്റ്റിൽ വന്നില്ല, എനിക്കും വേണം ഒരു വീട്. അത് ഗവൺമെന്റ് പറഞ്ഞു. 3ാമതും നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റു, ലൈഫ് മിഷൻ തുടരും. പക്ഷെ UDF എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വരും, വന്നപ്പോ ലൈഫ് മിഷൻ റദ്ദാക്കുന്ന് പറഞ്ഞു. അവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത്? ഇതാണ് UDF. ഓരോന്നും പറയാ, എല്ലാം പറയാ. എങ്ങനെ ഞാൻ ഇനി ഒരുപാട് പറയുന്നില്ല. അത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഇന്നലെ നിങ്ങളുടെ ജില്ലയിൽ മഹത്തായ ഒരു കാര്യം നടന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വന്ന് നമ്മുടെ കൊച്ചിൻ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തവണ 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഇവിടെ പണ്ടെന്നോ ആരോ കല്ലിട്ടെന്ന് പറഞ്ഞു. ഒരു കല്ലവിടെ ഉണ്ടായിരുന്നത്രേ. കല്ല് തന്നെ കാണാനില്ല. ഇട്ട കല്ല് എവിടെ പോയാണാവോ, നമ്മളാരും കല്ല് തേടി പോയിട്ടില്ല. പക്ഷേ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി. കൊച്ചിൻ ക്യാൻസർ സെന്റർ, അവിടെ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്, RCC. മലബാറിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പിണറായി കേൾക്കേണ്ടി വന്നിട്ടുള്ള വഴക്കിന് അല്ലെങ്കിൽ ശാപവാക്കിന് അറ്റമില്ല. മലബാർ ക്യാൻസർ സെന്റർ ഒരു 5 പൈസയുടെ കാപ്പി നമ്മുടെ മുഖ്യമന്ത്രി കുടിച്ചിട്ടല്ല അതിൽ നിന്ന്. അവിടെ മലബാറിൽ ഒരു ക്യാൻസർ സെന്റർ, ഇന്ന് 1000കണക്കിന് ക്യാൻസർ പേഷ്യന്റ്
ആശ്രയിക്കുന്ന ഒന്നാണ് മലബാർ ക്യാൻസർ. അതിന്റെ ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാ. എന്നാൽ മധ്യ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒന്നുകിൽ RCC പോകണം, അല്ലെങ്കിൽ MCC പോകണം. ക്യാൻസർ പേഷ്യന്റ് ധാരാളം ഉണ്ട് താനും. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് അവിടെ ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ് മാസ്റ്റർ പ്ലാൻ. ഞാനന്ന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു വരുത്തി അവിടെ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മെഡിക്കൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ അടക്കം, അയാൾ മലയാളിയാണ്, ഇങ്ങോട്ട് വരുവാൻ ചോദിച്ചു. ക്ഷണിച്ചു വരുത്തി. അയാളുടെ എല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഹെൽത്ത് സെക്രട്ടറിയും ഡോക്ടർമാരും എല്ലാം ഇരുന്ന് അസലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അതിന്റെ തുക പരിശോധിച്ച് നോക്കുമ്പോ 100-300 കോടി രൂപ വരും. അപ്പൊ എവിടുന്ന് കിട്ടും? കിഫ്ബി അല്ലാണ്ട് ശരണമില്ല. നമ്മളത് കിഫ്ബിക്ക് കൊടുത്തു. കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടണ്ടെങ്കിൽ ചില്ലറ പാടൊന്നും അല്ല കേട്ടാ. അവരോരോ വരിയും നോക്കി 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 തിരിച്ചിട്ടേ കിട്ടുള്ളൂ. കാരണം നാളെ ഈ യൂത്ത് കൊണ്ട് ഈ നമ്മുടെ UDF ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തർക്കേടുണ്ടാവരുതല്ലോ. അത്ര ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുക. ഏതായാലും എല്ലാം ശരിയായി. നമുക്ക് പൈസ കിട്ടി. ആ വർക്ക് ടെൻഡർ ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് കിഫ്ബിയിൽ നിന്ന് പണം മുടക്കി നാം തുടങ്ങുന്ന കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ തറക്കല്ലിട്ടു. ആ തറക്കല്ലായി കിടന്നില്ല. രണ്ടാം പിണറായി സർക്കാർ വന്നതുകൊണ്ട് മാത്രം ഇന്ന് കൊച്ചിയിലെ ക്യാൻസർ റിസർച്ച് സെന്റർ യാഥാർത്ഥ്യമായി. അത് ഉദ്ഘാടനം ചെയ്തു. അനന്തമായ സൗകര്യങ്ങളാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോ നമ്മളിങ്ങനെ ഈ കേരളത്തിലുടനീളം നിങ്ങളുടെ ജനറൽ ഹോസ്പിറ്റല്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മിനിസ്റ്ററായ സമയത്ത് ആദ്യം കിഫ്ബിയിൽ നിന്ന് പണം മേടിച്ചു കൊടുത്തത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനും പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിനുമാണ്. 100 കോടി രൂപ വീതം. വളരെ മനോഹരമായിട്ട് കെട്ടിടമായി. അവിടെ എല്ലാ കാര്യങ്ങളും അതിനു മുമ്പ് തന്നെ നല്ല വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത് കേട്ടോ. നമ്മൾ കൂടുതൽ സൗകര്യം ഉണ്ടാക്കി. നമ്മൾ വന്ന കൊണ്ട് മാത്രമല്ല, അതിനു മുമ്പ് കുറച്ച് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു അത്. പക്ഷേ ഈ 2 ഗവൺമെന്റുകളുടെ കാലത്ത് ആ ഹോസ്പിറ്റലിനുണ്ടായ മാറ്റം എത്രയാ. അവിടെ നേരത്തെ തന്നെ മുട്ടുമാറ്റലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് റീനൽ ട്രാൻസ്പ്ലാന്റ് നടന്നു, കിഡ്നി മാറ്റിവെക്കൽ നടന്നു. ഇപ്പൊ ഇതാ ഹൃദയ മാറ്റിവെക്കൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കുകയാണ് അവിടെ. അതൊന്നും തനിയെ നടത്താൻ പറ്റില്ല. വെറുതെ സാധാരണ കട്ടിലിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നതല്ല ഈ ട്രാൻസ്പ്ലാന്റ്. അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടാണ് അത് ചെയ്യാൻ സാധിക്കുക. പക്ഷെ നമ്മൾ അത്രത്തോളം വളർന്നു. 3 സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ജില്ലകളിലേക്ക് മാറ്റാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചപ്പോ ചിലർ പറഞ്ഞു ഇത് തീക്കളിയാണ്. ഏത്? കാത്ത് ലാബ് കൊടുക്കുക ജില്ലാ ആശുപത്രികൾക്ക്, എന്നിട്ട് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി അവിടെ ചെയ്യുക. നേരത്തെ ചിന്തിക്കാൻ കഴിയില്ല, അത്ര വൃത്തികെട്ട കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ കിഫ്ബിയിൽ നിന്ന് ആധുനിക കെട്ടിടമൊക്കെ എടുത്ത് അവിടെ കാത്ത് ലാബ് മേടിച്ചു കൊടുത്ത് ആ കാത്ത് ലാബ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബ് ഉപയോഗിച്ചിട്ട് 6000-ലേറെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു കഴിഞ്ഞു കേട്ടോ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴേക്കും മരിച്ചു പോകുമായിരുന്ന ആയിരക്കണക്കിന് പേഷ്യൻസ് രക്ഷപ്പെട്ടു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സ്ട്രോക്ക് യൂണിറ്റ് ജില്ലാതലത്തിൽ തുടങ്ങി. പലതും അറിയുന്നില്ല, എല്ലാവരും കോവിഡ് നിപ്പ എന്ന് മാത്രമാണ് പറയുക. അത് പ്രകടമാതായിരുന്നല്ലോ നമ്മൾ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത്. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോ ഈ പ്രവർത്തനം എല്ലാം തുടരുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തു, തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി. അതേക്കുറിച്ചും വിശദീകരിക്കണ്ടല്ലോ. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു 2000 രൂപ പ്രതിമാസം കിട്ടിയാൽ ആ കുടുംബത്തിന്റെ കുടുംബ ബഡ്ജറ്റ് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലയിടത്ത് 2000 അല്ല, 2 പേരുണ്ടെങ്കിൽ വാർദ്ധക്യ പെൻഷനൊക്കെ 4000 രൂപ കിട്ടും. ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ചിലപ്പോൾ 2000 കൂടി കിട്ടും. പക്ഷെ ആ കുട്ടികൾക്ക് അങ്ങനെ ചെലവുണ്ട്. ആ കിട്ടുന്നത് കൂടുതലൊന്നുമല്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളെ മറന്നുപോകാതെ എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനും വർദ്ധിപ്പിച്ച് 62 ലക്ഷം കുടുംബങ്ങൾക്കാണ് 2000 രൂപ വീതം നമ്മൾ നാട്ടിലെത്തിച്ചത്. കൂട്ടരെ, അവരോട് ജനങ്ങളോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇനിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. തനത് വരുമാനം വർദ്ധിപ്പിച്ച് നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്റർ, ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇത്തവണ തനത് വരുമാനം കുറച്ച് നമ്മൾ വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർധനവ് വരുമ്പോ ആശാവർക്കർമാർക്ക് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോ UDFന്റെ ഭരണം കഴിഞ്ഞ ഉടനെ 500 രൂപയാണ്. നേരത്തെ ബിനോയ് പറഞ്ഞ 1000 രൂപയാ പറഞ്ഞിരുന്നത്. പക്ഷെ കയ്യിൽ കിട്ടിയത് 500. അതുകൊണ്ട് അവർ നമ്മളെടുത്ത് വന്നു. നമ്മളത് ശ്രദ്ധയോടെ കേട്ടു, ചർച്ച ചെയ്തു, അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആശാവർക്കർമാർ ഇങ്ങനെ ഒരു സമരത്തിന്റെ ഇതിലാണ്,
അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കണം, അവർക്ക് ന്യായമായും കൊടുക്കേണ്ടതാണ്. അപ്പോ മുഖ്യമന്ത്രിയും പറഞ്ഞു, അതെ, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് വർദ്ധിപ്പിക്കാം. പക്ഷെ എത്ര വർദ്ധിപ്പിക്കണം? 10,000 കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ CM പറഞ്ഞു, ഒറ്റയടിക്ക് നമുക്കങ്ങനെ കൊടുക്കാൻ കാശുണ്ടോ? അത് 500-ൽ നിന്ന് അല്ലെങ്കിൽ 1000-ൽ നിന്ന് തന്നെ പറയാം. 1000-ൽ നിന്ന് 10,000 ആക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാം. ധനകാര്യമന്ത്രിയോട് കൂടി സംസാരിക്കൂ. സഖാവ് തോമസ് ഐസക്കിനോട് സംസാരിച്ചു. തോമസ് ഐസക്ക് ഞാൻ വിചാരിച്ചു ഒരു 2,000 വർദ്ധിപ്പിച്ചു തരാം ആദ്യം, പിന്നെ അങ്ങനെയായിട്ട് വർദ്ധിപ്പിക്കാന്നാ പറയാന്നാ. പക്ഷെ ഐസക് സാബു പറയുമ്പോൾ തന്നെ പറഞ്ഞു, ടീച്ചർ ഒരു 6,000 ഇപ്പം കൊടുക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് 1,000 വർദ്ധിപ്പിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു മതി, അത് മതി എന്ന് പറഞ്ഞു. 6,000 ആദ്യം കൊടുത്തു, പിന്നെ 1,000 കൂടി ഐസക്കിന്റെ കാലത്ത് തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഈ 10,000 എന്നുള്ളൊരു മോഹം ഉണ്ടല്ലോ. ഞാൻ എന്റെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത്, നിങ്ങളുടെ എറണാകുളം ജില്ലക്കാരനായിട്ടുള്ള മാത്യൂസ് നമ്പേലിയാണ് ഈ ആശമാരുടെ എല്ലാം ചാർജുള്ള ഡോക്ടർ. ആളെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മാത്യൂസെ, എനിക്ക് ഇൻസെന്റീവിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി തരണം, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പിടി വീഴാതെ. കാരണം അവരുടെ സ്കീമാന്ന് പറഞ്ഞ് നമ്മളായിട്ട് ഇവിടെ വർദ്ധിപ്പിച്ചാൽ അവരവിടുന്ന് കണ്ണുരുട്ടും. നമുക്ക് തരാനുള്ള ചെറിയ വിഹിതമുണ്ട്, ആ വിഹിതം പോലും അവർ തരില്ല. അതിൽ പിടിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇൻസെന്റീവിൽ വർധനവുണ്ടാക്കുക, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 3,000 രൂപ ഇൻസെന്റീവിലും വർദ്ധിപ്പിച്ച് ഈ 7,000-ഉം 3,000-ഉം കൂടി 13,000 ഒരാഴ്ചക്ക് കിട്ടുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാ ആശമാർക്കും അതല്ല, ഇൻസെന്റീവ് കൃത്യമായിട്ട് കൂടുതലായിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ കഴിയുമ്പോ 4,000 രൂപയും കൂടി അധികം കിട്ടിയ ആശമാരുണ്ട്, 14,000 രൂപ വരെയൊക്കെ കിട്ടിയവരുണ്ട്. അതെല്ലാവർക്കും ഇല്ല. പക്ഷേ 9,000, 10,000 രൂപ മഹാഭൂരിപക്ഷം ആശമാർക്കും എല്ലാ ആശമാർക്കും കിട്ടുന്ന അവസ്ഥ 1,000-ൽ നിന്ന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഇപ്പൊ ഈ ഗവൺമെന്റ് 1,000 രൂപ വീണ്ടും ഈ ബജറ്റിൽ വർദ്ധിപ്പിച്ചു. ആശമാരെ വല്ലാതെ ഇങ്ങനെ പറഞ്ഞ് പ്രഷർ കയറ്റുകയാണ്. അവർക്ക് വിഷമമുള്ളവരാണ്, പറയുമ്പോൾ ശരിയാണ്. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ വർദ്ധിപ്പിച്ചതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് 18,000 രൂപ ഒരാശക്ക് വാങ്ങാം. പക്ഷെ അവർ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ ആരോടാ സമരം ചെയ്യേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനാണോ? നമ്മുടെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ ഈ സമരം ചെയ്യാൻ പോയ SUCIയുടെ കൂടെ പോയ ആശമാരെ വിളിച്ചിട്ട് ചോദിച്ചു, നോക്കൂ, ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ നമുക്കൊരു ജീവിതം തന്നത്, അവർക്കെതിരായിട്ടാണോ സമരം ചെയ്യേണ്ടത്? ആദ്യം കഥയറിയാതെ പോയവരെല്ലാം പതുക്കെ അതിനകത്ത് പിന്താങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ, ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. കുറച്ചുപേർ അവിടെ തങ്ങി, ബാക്കി എല്ലാവരും തിരിച്ചു പോന്നു. അവരോട് നമ്മൾ ആത്മാർത്ഥത കാണിച്ചു. അങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും നമ്മൾ ആശയുടെ വേതനം 1,000 വർദ്ധിപ്പിച്ചത്. ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കും വീണ്ടും വരുമ്പോ. അപ്പോ കൂടുതൽ ആനുകൂല്യം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അവസാനം 3ാമത് വരുമ്പോ നമ്മളൊരു വലിയ ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നന്നായി പഠിച്ചിറങ്ങുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ബുദ്ധി ഇവിടെ പ്രയോഗിച്ച് അവർക്കിവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കി, അവർക്ക് ജോലി ഉണ്ടാക്കി, അവര് വഴി കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് സുസ്ഥിരമായ ജോലി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. അതാണ് വിജ്ഞാന കേരളം പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കി, പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങി, ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങി, കമ്പ്യൂട്ടർ രംഗത്തൊക്കെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വലിയ കണ്ടുപിടുത്തങ്ങൾ, റിസർച്ചൊക്കെ നടക്കുകയാണ്. അതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം കേരളത്തിൽ തയ്യാറാക്കി കൊടുത്താൽ വിദേശത്ത് പോകേണ്ടി വരില്ല. അവരിൽ പലർക്കും ഇവിടെ പഠിക്കാം. ഇപ്പൊ തന്നെ ചില കുട്ടികൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജർമ്മനി പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ആ കോഴ്സ് ഇപ്പൊ ഇവിടെ തുടങ്ങുകയാണ്, അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. വ്യാപകമായ തോതിൽ അല്ലെങ്കിലും അങ്ങോട്ടേക്കുള്ള മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ, നല്ല തലച്ചോറ് മുഴുവൻ അമേരിക്കയിലും UK ഒക്കെ പോവുക. അപ്പൊ അവരെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ ഇടയാവുക. അത് മാറി, പൂർണ്ണമായി മാറിയെന്നല്ല, മാറ്റം തുടങ്ങി. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ചിലര് കേരളമാണ് മെച്ചം, ഇവിടെയാണ് സുരക്ഷിതം, ഇവിടെ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രി P. രാജീവ് ഇവിടെ നടത്തിയ വലിയ ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. 1,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടായി. നമ്മുടെ VD സതീശനൊക്കെ പുച്ഛിച്ചു. അതിനെ ഒരു പുച്ഛവും വേണ്ട. എനിക്കൊരു അനുഭവമുണ്ട്. എന്റെ നാട്ടിൽ, എന്റെ മണ്ഡലത്തിൽ മട്ടന്നൂര് ഒരു കിൻഫ്ര പാർക്ക് ഉണ്ട്. ഗവൺമെന്റ് പൈസ ചെലവാക്കി കിൻഫ്രയെ കൊണ്ട് ഭൂമി അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വ്യവസായികൾക്ക് കൊടുക്കാൻ. വെറുതെ അല്ല, ലീസിനാണ്. വിമാനത്താവളത്തിന്റെ അടുത്ത ഭൂമി ആയതുകൊണ്ട് ലീസ് ഇത്തിരി കൂടുതലാണ്.
എന്നാലും അവിടെ രണ്ടു തരം കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി SDF വലിയ കെട്ടിടം 2 നില ഉണ്ടാക്കി അതിനകത്ത് ഇഷ്ടം പോലെ സ്പേസ്. ആ സ്പേസ് അളന്ന് തിരിച്ച് ഒരാൾക്ക് എത്ര സ്ക്വയർ മീറ്റർ വേണം അത് കണക്കിലെടുത്ത് അത് കൊടുത്താൽ അവിടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാബിനൊക്കെ ഉണ്ടാക്കി വ്യവസായം തുടങ്ങാം. ആ കെട്ടിടം കംപ്ലീറ്റ് തീർന്നു. ആളുകൾ നല്ല വിദ്യാഭ്യാസമുള്ളവർ വന്ന് ഒക്യുപ്പൈ ചെയ്തു. ആട്ടിൻപാലിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കുന്നവരെ വന്നിട്ടുണ്ട്. അവിടെ ഒരു സോപ്പ് എനിക്കും തന്നു ഉണ്ടാക്കിയത് മാതൃക നോക്കാൻ വേണ്ടിയിട്ട്. തരക്കേടില്ല, നല്ല സോപ്പാ, വിറ്റുപോകുന്ന തോന്നുന്നത്. ഇത്രയും മാത്രം ആട്ടിൻപാലടിയ ഉടനെ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോ ആട് ഫാം ഉണ്ട് അവരുടെ കസ്റ്റഡിയിൽ പലയിടത്തും. അങ്ങനെയാണെന്ന് അവർ പറഞ്ഞു. നോക്കൂ, ഇപ്പോ 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്ന് 1000 ഏക്കർ സ്ഥലം ഒന്നാമത് വേണം. 2,60,000 കോടിയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ആദ്യഘട്ടം 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യും. അതിനുവേണ്ടി സ്ഥലം വന്നു നോക്കി, കണ്ടു, തൃപ്തിപ്പെട്ടു. മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും ഈ കമ്പനിക്കാരും ചേർന്നൊരു MOU ഒപ്പിട്ടു. സ്ഥലം ഗവൺമെന്റിന്റേത്, ഗവൺമെന്റിന് ലീസ് കിട്ടും. ഈ ബിസിനസ് തുടങ്ങിയാൽ അതിനകത്തുണ്ടാകുന്ന ഒരു ലാഭവിഹിതവും ഗവൺമെന്റിന് കിട്ടും. നമ്മൾ അതിനെല്ലാം വ്യവസ്ഥയുണ്ടാക്കി അതിന്റെ MOU തയ്യാറാക്കി EOI ഒപ്പിട്ടു. തൊട്ടടുത്ത ദിവസം MOU ഒപ്പിടാൻ പോവുക. എത്ര അഭ്യസ്ത വിദ്യർക്ക് ജോലി കിട്ടും? ഗോൾഡ് യൂണിവേഴ്സിറ്റി എവിടെ തുടങ്ങും? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഈ ഗോൾഡ് യൂണിവേഴ്സിറ്റി? പുതിയ ധാരാളം കോഴ്സുകൾ ഉണ്ട് അത്ര ഈ ഗോൾഡ് വിനിമയവുമായി ബന്ധപ്പെട്ടിട്ട്. ആ കോഴ്സുകൾ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ഇവിടെയും പുറത്തുമെല്ലാം നല്ല ജോലി സാധ്യതയുള്ള പുതിയ നമ്മളറിയാത്ത, നമ്മളിപ്പം ഡിഗ്രി, അത് BCom, BA, BSc ഇതൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ നമ്മുടെ തലമുറ. എന്നാൽ ഇപ്പൊ അതല്ല. നൂതനമായിട്ടുള്ള ഒട്ടേറെ കോഴ്സുകൾ ഉണ്ട്. ആ കോഴ്സുകൾ പുതിയ തലമുറയ്ക്കറിയാം. അത്ര ഒരു യൂണിവേഴ്സിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ആവേശമുണ്ട്. അത് വരട്ടെ. അങ്ങനെയുള്ളത് ഇവിടെയും ധാരാളം എറണാകുളത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഇതെല്ലാമാണ് ആധുനിക കേരളം. ആ ആധുനിക കേരളത്തിന്റെ ചുക്കാൻ പിടിക്കാൻ അതിന്റെ ശില്പിയായിട്ടുള്ള സഖാവ് പിണറായിയാണ് ഇപ്പോ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. ആധുനിക കേരളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന്റെ പ്ലാനും ഇടപെടലും അത്ര മഹത്തായതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതെല്ലാം നിയന്ത്രിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്ന് വരണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് മൂന്നാമതും LDF തന്നെ അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.